അമ്മ ഇതങ്ങനെയല്ല. ആരുവിന് പണ്ട് അസ്ഥിക്ക് പിടിച്ചൊരു സഖി ഉണ്ടായിരുന്നില്ലേ? അമ്മ മറന്നോ? അവൻ്റെ ജീവശ്വാസമായിരുന്നവൾ പിന്നീട് അവനായിട്ട് തന്നെ അവളെ ഉപേക്ഷിച്ച് പോന്നില്ലേ? അവൻ്റെ കളിചിരികൾ നഷ്ടപ്പെട്ട ആ ദിവസവും. പിന്നെ അത് മറക്കുമോ ഞാൻ? അവൾ ആ കുട്ടിയാണോ നീ പറഞ്ഞത്? ഓഫീസിലുള്ള ആള്. എൻ്റെ മോൻ മനസ്സ് തുറന്നു നിന്ന് ചിരിച്ചിട്ട് കാലം എത്രയായി? അമ്മ ഹോസ് താഴെയിട്ടുകൊണ്ട് അവനരികിൽ ചെന്നു. കാര്യമൊക്കെ നേരാ അമ്മ, പക്ഷേ അവനും അവളും ഇപ്പോൾ നേരെ കണ്ടാൽ പോരുകാളകളെ പോലാണ്. തമ്മിൽ ഫുൾ അടിയിടി പൂരമാണ്. പിന്നെ ആരുവിനെ നിലക്ക് നിർത്തുവാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് അവൾ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതോടെ അറിഞ്ഞാൽ അവനെൻ്റെ 16 അടിയന്തരം പായസം ഉണ്ടാക്കാൻ ഇപ്പോഴേ ആളെ ബുക്ക് ചെയ്യും, ഷുവർ. ദേവ് അതീവ സങ്കടം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ട് അമ്മയോട് പറഞ്ഞു. അതെന്താ ദേവ് ഇത്രയും വലിയ രഹസ്യം? അല്ല, ആരുവിന് ആ കുട്ടിയോട് ഇത്രയേറെ പകയുണ്ടാവാൻ കാരണം എന്താണെന്ന് എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ലല്ലോ. അതൊന്ന് അറിഞ്ഞിരുന്നേൽ നമുക്ക് തിരുത്താമായിരുന്നു. ആ കുട്ടി ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട്. അതാണ് കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ അവനെ ഇത്ര ദേഷ്യം പിടിക്കുന്നത്. അമ്മ ദേവിനോടും ഷാരുവിനോടായി പറഞ്ഞു. ആ പെങ്കൊച്ചിനോടുള്ള ദേഷ്യം അത് മാറണേൽ അവൻ തന്നെ വിചാരിക്കണം. പിന്നെ ഞാൻ ഇന്നലെ പെണ്ണ് കണ്ടുറപ്പിച്ച വിവാഹമില്ലേ, അത് ഈ പറയുന്നവളുടെ ചേച്ചിയാണ്. ദേവ് അതും പറഞ്ഞ എല്ലാവരെയും ഒന്ന് ഇളിച്ചു കാട്ടി. അതിനിപ്പോൾ എന്താ ദേവ്? ആ കുട്ടിയെ അല്ലാലോ, അവളുടെ ചേച്ചിയല്ലേ നീ കെട്ടുന്നേ? അവന് ദേഷ്യം അവളോട് മാത്രമല്ലേ? അമ്മ ആരാഞ്ഞു. ഡാ ദേവ്, നീ ഇങ്ങുവാ. നാളെ അമ്മയെ ഓഫീസിലെത്തിച്ചിട്ട് ബാക്കി ഫ്ലാഷ് ബാക്ക് എല്ലാം പറയുന്നതാവും നല്ലത്. ഷാരോൺ ദേവിനെ വലിച്ചുകൊണ്ട് കാറുമായി പുറത്തേക്ക് പാഞ്ഞു. പിറ്റേന്ന് രാവിലെ ഷാരോൺ സാധാരണയിൽ നേരത്തെ റെഡിയായി ഓഫീസിലേക്ക് പാഞ്ഞു. ദേവ് കൂടെ ഇപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇനി ആരുവിന് ഡൗട്ടടിക്കണ്ടെന്നാണ് അവരുടെ ഒരു നിഗമനം. ഓഫീസിലെങ്ങാനും അമ്മയെ കണ്ടാൽ ആരു ആദ്യം ദേവിനെ പൊക്കുമെന്നുള്ള കാര്യം അറിയാഞ്ഞിട്ടല്ല. ഏത് അമ്മ? ഷാരു എവിടെ? റൂമിലെങ്ങും കണ്ടില്ല. വർക്കൗട്ട് കഴിഞ്ഞ് ഡൈനിങ്ങിലേക്ക് നടന്നു വന്ന ആരോൺ ചോദിച്ചു. അത് അവനെന്തോ വർക്ക് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയല്ലോ, നിന്നോട് പറഞ്ഞില്ലേ? പപ്പയോടെന്തോ സ്വകാര്യമൊക്കെ പറഞ്ഞിട്ട് ചാടിയോടി പോകുന്നത് കണ്ടു. അമ്മ അടുക്കളയിലുള്ള മേഡിനോട് ആരോണിനുള്ള ഹോട്ട് ചോക്ലേറ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ഇവനെന്താ ഞാൻ അറിയാത്ത ഇത്രയും പെൻഡിങ് വർക്ക്? എന്തോ പണിയാണെന്ന് ഉള്ളിൽ ആരോ പറയുന്നുണ്ടല്ലോ പിള്ളേച്ച. അവനുള്ളിൽ ഓരോന്ന് ആലോചിച്ച് അവൻ്റെ റൂമിലേക്ക് നടന്നു. പോകുന്ന വഴി ആ പന്ന ദേവേട്ടനെ ഒന്ന് കണ്ടുകളയാം. അണ്ടിപ്പരിപ്പില്ലാത്ത പായസം ഉണ്ടാവില്ലല്ലോ. അവൻ ഉള്ളിൽ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് ഫ്രഷാവാൻ കയറി. ഗാർഡനിൽ ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മതിലിലൂടെ ഒരാൾ ചാടി അവർക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുന്നത്. ഹോ, എൻ്റെ പൊന്നു കുഞ്ഞ്, മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയല്ലോ. നിനക്ക് ഈ മതിൽ ചാടി വരാതെ ആ ഗേറ്റ് കൂടെ എങ്ങാനും വന്നൂടെ എൻ്റെ ആരു? സരസ്വതി തലയിൽ കൈവച്ചു. ഇതൊക്കെ ഒരു രസമല്ല സരസ്വതി കൊച്ചെ. അവൻ അവരുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ഹാ പിന്നെ, നിന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തലയ്ക്ക് മുതിർന്നവന്മാരും ഇത് തന്നെയല്ലേ പണി. അതുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ ഓർക്കിഡ് സ്ഥലം മാറ്റി അപ്പുറത്തേക്കാക്കി. ഇനി അതും കൂടെ ചവിട്ടി മെതിക്കാനുള്ളൂ. അല്ല, എന്താ ഇത്രയും രാവിലെ? അവനെവിടെ ഷാരു? ഏട്ടൻ രാവിലെ ഓഫീസിലേക്ക് പോയി. ഞാൻ ദേവനെ കാണാൻ വന്നതാ. ചേട്ടനില്ലേ ഇവിടെ? ഉണ്ടുണ്ട്. ഇന്നലെ ഫുൾ ഫോൺ വിളിയായിരുന്നു. കിടന്നത് ഏത് നേരത്താവോ? അവനെ വിളിച്ചിട്ട് ബിസിയാണല്ലോ എന്ന് പറഞ്ഞ് നേത്രമോള് എന്നെ വിളിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തുള്ള നിന്റെ ചേട്ടനോട് അവൻ മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന്. ഇതിനും വീണ്ടും എന്താണാവോ? നീ ചെന്ന് വിളിക്ക്, ചെല്ല്. സരസ്വതി അമ്മ ചെടി നനയ്ക്കാൻ കണ്ടിന്യൂ ചെയ്തു. ജെറിയുടെ അടികൊണ്ട് കുഴിമാടത്തിൽ ഇളിച്ചു പിടിച്ചു നിൽക്കുന്ന ടോമിനെ പോലെ 32 പല്ലും പുറത്ത് കാട്ടി ഇളിച്ചുകൊണ്ടാണ് ദേവിൻ്റെ കിടപ്പ്. ഹോ, കിടപ്പ് കണ്ടായ എന്തൊരു പാവം. എൻ്റെ സകല രഹസ്യങ്ങളും ചോർത്തിക്കൊണ്ടുപോയി എൻ്റെ ഏട്ടന് കൈമാറുന്ന കാബാലികൻ. അവൻ മനസ്സിലോർത്തുകൊണ്ട് അവൻ്റെ ബെഡിലേക്ക് ചാടിക്കയറി. ദേവ്, മിസ്റ്റർ നമദേവ്. ആരോണിൻ്റെ ശബ്ദം കേട്ടതും അവൻ ചാടി എഴുന്നേറ്റു. ആരു? എൻ്റെ ഐഡിയ അല്ലടാ, നിൻ്റെ ചേട്ടൻ്റെയാ. എന്നെ തല്ലല്ലേ. ഇന്നലെ നിൻ്റെ മുതുക്കൻ കൈകൊണ്ട് കിട്ടിയതിൻ്റെ വേദന മാറിയിട്ടില്ലടാ. ദേവി കിടന്ന് കാറാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് കിളിപറന്നിരിക്കുവാണ് നമ്മുടെ ആരു. ഇങ്ങേർക്ക് ഉറക്കത്തിൽ വല്ല ഇരുട്ടടിയും കിട്ടിയോ എന്തോ അവൻ മനസ്സിൽ ആലോചിച്ചു. അല്ല, ഇങ്ങേരെന്തൊക്കെയാ ഈ വിളിച്ചു പോകുന്നത്? ആഹാ, അപ്പോൾ എൻ്റെ സംശയം ശരിയാണ്. രണ്ടും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ എന്തോ ഒപ്പിച്ച് വച്ചിട്ടുണ്ടല്ലേ? പോരട്ടെ, പറഞ്ഞോ പറഞ്ഞോ. ആരു മീശ പിരിച്ചു. ഓ, ഈ പന്നമോനൊന്നും അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഞാൻ ചുമ്മാ പേടിച്ചു. ഇനിയിപ്പോൾ കളമാറ്റി ചവിട്ടാം. അല്ല, നീ എന്താ പറയണേ? എന്ത് പ്ലാൻ? ആരുടെ പ്ലാൻ? നിനക്ക് ഭ്രാന്താ? നീ എഴുന്നേറ്റ് മാറിക്കേ. എനിക്ക് കുളിച്ചൊന്ന് ക്ഷേത്രത്തിൽ പോവണം. ദേവ് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അങ്ങനെ അങ്ങ് പോയാലോ? ആരു ദേവിനെ വലിച്ച് കട്ടിലിലേക്കിട്ടു. അയ്യേ, ഞാനെന്താ നിന്റെ കാമുകിയോ എന്നെ ഇങ്ങനെ വലിച്ച് കട്ടിലിലേക്കിടാൻ? ഛേ, അമ്മയോട് ഞാൻ പറയട്ടടാ, നിന്നെ ആദ്യം പെണ്ണ് കെട്ടിക്കാൻ വൃത്തികെട്ടവൻ. അതും പറഞ്ഞ് അവൻ വീണ്ടും രക്ഷപ്പെടാൻ നോക്കി. നമ്മുടെ ആളുണ്ടോ അവനെ വിടുന്നു? മോനെ ദേവ്,
ഓടിയാ ഞാൻ പിടിച്ചിടിച്ച് കൂട്ടും. നിന്റെ ഈ ബോഡിയൊക്കെ ചുമ്മാ ഷോക്ക് കൊള്ളാം. എൻ്റേന്ന് വാങ്ങിച്ചാൽ നീ ഇവിടെ കിടന്ന് ചാവും. ആരോൺ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ഒന്ന് പോടാ, ഒന്നുമില്ലേലും നിന്നേക്കാൾ 2 ഓണം കൂടുതലുണ്ടതാ. അവൻ്റെ ഓരോ സംശയം ദേവ് ബാത്റൂബ് എടുത്ത് മുങ്ങാൻ തുടങ്ങലും ആരോണിൻ്റെ അടുത്ത ചോദ്യം ഉയർന്നു. അപ്പോൾ ഈ വെളുപ്പാങ്കാലം വരെ എൻ്റെ ഏട്ടനോട് സംസാരിച്ചിരിക്കാൻ അങ്ങേരെന്താ തൻ്റെ കാമുകിയാ? ആ ചോദ്യത്തിൽ അവൻ കുടുങ്ങി. അത് പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് നേരം പോയി. അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. ഓ എന്ത് ഓഫീസ് കാര്യം? അതും ഈ പച്ചപ്പാതിരാത്രി? അല്ല, ഇയാൾക്ക് വിക്ക് എപ്പോൾ തുടങ്ങി? ആര് കണ്ണുരുട്ടി. അതെ, നീ നിൻ്റെ ചേട്ടനോട് പോയി ചോദിക്ക്, എനിക്കറിയില്ല. അവൻ ഓടി വാഷ്റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. മോനെ ദേവേട്ട, എനിക്കെതിരെ എന്തേലും പ്ലാൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ഒരു വരവ് വരും കേട്ടോടാ പട്ടി. ആര് ഡോറിൻ്റെ പിന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു. ദേവ് നെഞ്ചിൽ കൈവച്ച് ഇല്ലാത്ത ദൈവങ്ങളെ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓഫീസിൽ വെരുകിനെ പോലെ തെക്ക് വടക്ക് നടക്കുന്ന ഷാരോണിനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുവാണ് ആരോൺ. നിന്റെ ഭാര്യയെ ലേബർ റൂമിൽ വല്ലതും കയറ്റിയിട്ടുണ്ടോ ഇങ്ങനെ ആദ്യ പിടിച്ച് നടക്കാനായിട്ട്? അതിന് മറുപടിയായി കൂർപ്പിച്ചൊന്ന് നോക്കിയിട്ട് അവൻ അവൻ്റെ ക്യാബിനിലേക്ക് കയറി. ഇതെല്ലാം മാറി നിന്ന് കാണുകയായിരുന്നു ക്ഷേത്രയും ജെന്നിയും. ഇന്ന് അനിയൻ്റെ ഭ്രാന്ത് ഏട്ടന് പകർന്നുവെന്ന് തോന്നണു. ജെന്നി പറഞ്ഞ് ചിരിക്കലും ആരോണിൻ്റെ അവരിലേക്കുള്ള നോട്ടം കണ്ട് അവർ രണ്ടും വർക്കിലേക്ക് കയറി. ഷാരോൺ ക്യാബിനിൽ കയറിയ പാടെ ദേവിനെയാണ് വിളിച്ചത്. ഡാ, അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയോ? അവൻ വെപ്രാളത്തോടെ ചോദിച്ചു. ദാ ഒരു 5 മിനിറ്റ് ആയി കാണും. എന്താടാ? ദേവൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. പട്ടി നാറി, നിനക്കൊന്നും അറിയില്ലല്ലോടാ പുല്ലേ. മനുഷ്യനിവിടെ ചത്ത പോലെ നടക്കുമ്പോൾ അവനവിടെ അവൻ്റെ കോപ്പിലെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീയോടെ ഒന്ന് വാടാ. ഷാരോണൊന്ന് കെഞ്ചി. നിൻ്റെ അളിയാ, ഞാനില്ല. നിൻ്റെ ലവൻ രാവിലെ വന്ന് എന്നെ വിരട്ടിയിട്ട് പോയതാ. പേടിച്ച് ഞാനൊന്നും പറയാതിരുന്നത് എൻ്റെ ഭാഗ്യം കൊണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാടാ. ദേവ് തലയൂരി. എടാ ദ്രോഹി, നിനക്കും ഉപകാരമല്ലേടാ പുല്ലേ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. എന്നിട്ട് അവൻ്റെ ഒടുക്കത്തെ ജാട പന്നത്തേണ്ടി ഷാരോൺ പെറുപിറുത്തു. ക്യാബിനിൽ തൻ്റെ PA വന്ന് അമ്മ താഴെ വന്നിട്ടുണ്ടെന്ന് ആരോണിന് ഇൻഫർമേഷൻ കൊടുത്ത ആ കറക്റ്റ് സമയത്ത് തന്നെ അവന് സ്ട്രൈക്ക് ചെയ്ത് രാവിലത്തെ ദേവിൻ്റെ പെർഫോമൻസും ഏട്ടൻ്റെ ടെൻഷൻ്റെ കാര്യവും. ധൃതിയിൽ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് അമ്മയെ കണ്ടെന്തോ ആലോചനയിൽ നിൽക്കുന്ന ഷാരോണിനെ അവൻ കണ്ടത്. വല്ലാത്തൊരു ഭാവത്തിൽ അവൻ ഏട്ടനരികിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. തീർന്നോടാ നിൻ്റെ ഭാര്യയുടെ പ്രസവവേദന? രാവിലത്തെ 2ൻ്റെയും ഭാവാഭിനയം കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാ അപകടം. ഇത്രയും വിചാരിച്ചില്ല. വാ നടക്ക്. ബാക്കി ഇതെല്ലാം കഴിഞ്ഞ് അമ്മ അവളെ കണ്ടു കഴിഞ്ഞുള്ള കാര്യങ്ങൾ അപേക്ഷിച്ചിരിക്കും 2ൻ്റെയും ഭാവി. ആരോൺ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി പിന്നിലേക്ക് വകഞ്ഞു ചേർത്ത് മുന്നോട്ട് നടന്നു. ഷാരോൺ എല്ലാം ഏറ്റെടുത്ത രീതിയിൽ നന്നായി ഒന്നിളിച്ചു കാട്ടി. ഇനി വരുന്നതെല്ലാം വിധിവൈ വരൈത്യം, അല്ലാണ്ട് എന്താ പറയാ. അവൻ ബോധം പോയ പോലെ എന്തോ പറഞ്ഞുകൊണ്ട് നടന്നു. അമ്മയ്ക്കൊപ്പം പപ്പയെ കണ്ടപ്പോൾ ഷാരോണിന് പകുതിയും ആശ്വാസമായി. അമ്മയെ ഓഫീസിലെ ഒട്ടുമിക്ക സ്റ്റാഫും വന്ന് വിഷ് ചെയ്ത് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അമ്മയുടെ കണ്ണുകൾ അപ്പോഴും പുതുതായി ജോയിൻ ചെയ്ത കുട്ടിയിലായിരുന്നു. അവളെ മാത്രം കണ്ടില്ല. എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിലെ സ്റ്റെയർ ഇറങ്ങി ജെന്നി ഓടിക്കതച്ച് വന്ന് അമ്മയുടെ കാലിലൊക്കെ വീഴുന്നുണ്ട്. ഹലോ മാം, ഒത്തിരി നാളായല്ലേ, ഇങ്ങോട്ടൊക്കെ സുഖമല്ലേ? എല്ലാം അവൾ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് അവരെ നോക്കി. ആരോണും ഷാരോണും ഇവൾക്കിതെന്ത് പിരിയ ഇളകിപ്പോയതെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ജെന്നി വന്ന വഴിയെ കിച്ചു ഇറങ്ങി വരുന്നത് പപ്പ കാണുന്നത്. പാറു, അങ്ങോട്ടേക്ക് നോക്ക്. പപ്പ അവരോട് കണ്ണുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന ക്ഷേത്രയെ കാണിച്ചു കൊടുത്തു. ഒരു നിമിഷം അവർ ശ്വാസം നിലച്ച പോലെ നിന്നുപോയി. ഇതാണോ എൻ്റെ ആരുവിൻ്റെ പെണ്ണ്? അവരുടെ ശബ്ദം മൃദുലമായി. ഷാരോൺ മെല്ലെ തലയനക്കി. ആരോൺ വായുവിലെ ബാക്ടീരിയ എണ്ണുവാണ്. ഒരു നിമിഷം അവർ ഫിലിപ്പിനെ നോക്കി. എന്നിട്ട് അയാൾക്കരികിലേക്ക് നടന്നു. അച്ചായന് അവളെ കണ്ടിട്ട് എന്തേലും തോന്നിയോ? എൻ്റെ മനസ്സിൽ തോന്നിയതാണോ അച്ചായന് തോന്നിയത്? അവർ ഭർത്താവിൻ്റെ ഇടത്തെ കൈയിൽ കൈകോർത്തു. അതെ, അത് തന്നെ. എൻ്റെ പാറുവിനെയാണ് ഞാനും അവളിൽ കണ്ടത്. 25 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പാറു എങ്ങനെയായിരുന്നോ അതേ മുഖച്ഛായയും പ്രവൃത്തിയും. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മകളെപ്പോലെ അല്ലേ പാറു? അയാൾ അവരെ ചേർത്ത് പിടിച്ചു. എന്തോ എൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നു അച്ചായ, അവളെ നെഞ്ചോടടക്കാൻ. അവളോടെന്തോ ആത്മബന്ധം പോലെ. ഒരു തുള്ളി കണ്ണുനീർ പാർവതിയിൽ നിന്ന് ഉതിർന്നു. പാർവതി ആരാണെന്ന് പോലും അറിയാതെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ് കിച്ചു. അപ്പോഴാണ് ജെന്നി കിച്ചുവിന് പാർവതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ഷേത്ര, ഇതാണ് നമ്മുടെ ഓൾ കമ്പനീസിൻ്റെയും മാനേജിംഗ് ഡയറക്ടർ മിസ്സിസ് പാർവതി ഫിലിപ്പ് തേവക്കൽ. ആരോൺ സാറിൻ്റെ ബിലൗഡ് മദർ, അവൾ കൂട്ടിച്ചേർത്തു. അവളിൽ ഉണ്ടായ ഞെട്ടൽ നോക്കി കാണുവായിരുന്നു ആരോൺ. അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി നിറഞ്ഞു. അവൾ പാർവതിക്കരികിൽ ചെന്ന് സംസാരിച്ച് പരിചയപ്പെട്ടു. അവസാനം പാർവതി അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അവൾ സ്നേഹത്തോടെ അവർക്ക് നേരെ കൈകൾ വിരിച്ചു. മോനെ പോലെയല്ല അമ്മ, ഷീ ഈസ് സ്വീറ്റസ്റ്റ്.
അവൾ മനസ്സിൽ വിചാരിച്ചു. എന്തൊക്കെയോ സംശയങ്ങൾ തന്നിൽ ഉടലെടുത്തപ്പോൾ പാർവതി ക്ഷേത്രയുടെ വീട്ടുകാര്യങ്ങൾ തിരക്കി തുടങ്ങി. അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ പാർവതിക്കുള്ളിൽ വെള്ളിടി വെട്ടി. സേതുമാധവൻ. സേതു, എൻ്റെ സേതു, അവൾ ഉള്ളിൽ പറഞ്ഞു. തറവാട്ട് പേര് പറഞ്ഞപ്പോൾ അവർ ഊർന്ന് നിലത്തേക്ക് ഇരുന്നു പോയി. കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ഷാരുവിൻ്റെയും പപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞു. ആരും കാണാതെ കണ്ണുകൾ വേഗത്തിൽ തുടച്ചു. എൻ്റെ കുട്ടി, എൻ്റെ മോളാ, എൻ്റെ സേതുവിൻ്റെ മോളാ നീ. പാർവതി അവളെ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റ് ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അപ്പോഴും കിച്ചു സ്വപ്നം കണ്ട കണക്കെ നിൽക്കുവാണ്. മോളെ, നിന്റെ അച്ചമ്മ പറഞ്ഞ പാർവതി അപ്പച്ചിയെക്കുറിച്ച് കേൾക്കാതിരിക്കാൻ വഴിയില്ല അല്ലേ? അതിനവൾ മെല്ലെ തലയനക്കി. നിന്റെ ആ ഭാഗ്യമില്ലാത്ത അപ്പച്ചിയാണ് മോളെ ഞാൻ. അവരുടെ ശബ്ദമിടറി. കിച്ചുവിനെ അവൾക്ക് അവളുടെ കാതുകളും കണ്ണുകളും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒരിക്കൽ പോലും നേരിൽ കാണാൻ ഭാഗ്യമുണ്ടാവില്ലെന്ന് നനച്ച ആള് ഇതാ തന്നോട് ചേർന്ന്. അച്ചമ്മയുടെ കണ്ണുനീരിൻ്റെ ഫലമാവാം ചിലപ്പോൾ തേവരൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെത്തിച്ചതെന്ന് അവൾക്ക് തോന്നിപ്പോയി. എത്രയും പെട്ടെന്ന് അച്ചമ്മയെ കാണാൻ അപ്പച്ചിയെ കൂട്ടിപ്പോവണം അവൾ മനസ്സിൽ കണക്കുകൂട്ടി. പക്ഷേ എന്താ എൻ്റെ കുട്ടിക്കൊരാലോചന? അച്ഛൻ പറഞ്ഞിരിക്കുന്നുവോ ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയാൽ സംസാരിക്കരുതെന്ന്? അപ്പച്ചിയെക്കുറിച്ച് എന്നോട് ഒന്നുമേ പറഞ്ഞിട്ടില്ല. അവൾ തലകുനിച്ചു. അത് സാരമില്ല മോളെ, അവൻ അങ്ങനാ, പ്രേമവിരോധി. അപ്പോൾ എന്നോടും വൈരാഗ്യം തന്നെയാവും. ഇനി നിങ്ങളുടെ കാര്യം അതോർക്കുമ്പോൾ ഉള്ളിൽ ഭയമാണ്. അപ്പച്ചി പറഞ്ഞു നിർത്തി. ആരുടെ കാര്യം അമ്മ? ആരുടെ കാര്യമാണ് പറയണേ? അങ്ങനെയൊരു കാര്യം ഇനിയില്ല. ആരോൺ തിരിഞ്ഞു നടന്നു. അതെ, അത് തന്നെയാണ് അപ്പച്ചി എൻ്റെയും തീരുമാനം. ക്ഷേത്രയും വിട്ടുകൊടുത്തില്ല. ഷാരോൺ പപ്പയെ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അടുത്തുനിന്ന് ജെന്നിയുടെ കിളിയൊക്കെ പറന്നു പോയിരുന്നു. അവൾ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഷാരോൺ അവളോട് പിരികമുയർത്തി എന്താടി എന്ന് ചോദിക്കുമ്പോഴും അവൾ ഉത്തരങ്ങളില്ലാത്ത ചോദ്യത്തിന് പിന്നാലെയായിരുന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു വിളി ഉയർന്നത്. രുദ്ര. ആ വിളിയിൽ കൂടി നിന്ന മറ്റാർക്കും പുതുമയൊന്നും തോന്നിയില്ലെങ്കിലും ഞെട്ടിയത് കിച്ചുവായിരുന്നു. രുദ്രൻ, ആരാത്? കിച്ചുമെല്ലെ ജെന്നിയെ നോക്കി ചോദിച്ചു. അടിപൊളി. സ്വന്തം കാമുകനായിരുന്നവൻ്റെ പേര് പോലും അറിഞ്ഞത് കഴിഞ്ഞ ദിവസമായതുകൊണ്ട് എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല കുഞ്ഞെ, ജെന്നി പുച്ഛിച്ചു. നോ പപ്പ, ഇതിനെന്നെ നിർബന്ധിക്കേണ്ട. അറിയാമെനിക്ക് ഇത് നിങ്ങളെല്ലാവരുടെയും ഗ്യാങ് പ്ലാനാണെന്ന്. ബട്ട് ഈ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാൻ ആരോണിനെ കിട്ടില്ല. അവൻ വീണ്ടും തിരിഞ്ഞു നടന്നു. രുദ്ര. വീണ്ടും പപ്പ അവനെ ശകാരിക്കും പോലെ വിളിച്ചു. ആ വിളിയിൽ കുറച്ചുകൂടെ ദേഷ്യമുള്ളതുപോലെ അവന് തോന്നി. കിച്ചുവിന് തല ചുറ്റും പോലെ തോന്നി. കാരണം കഴിഞ്ഞ ദിവസം നെച്ചുവിൻ്റെ അമ്മ പറഞ്ഞതും ഒരു രുദ്രനായിരുന്നു. ഇതൊക്കെ കോയിൻസിഡൻസ് ആവാം, എൻ്റെ പൊട്ട തോന്നലാവാം. അവൾ പിറുപിറുത്തതെക്കുറിച്ച് ഉച്ചത്തിലായിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായത് ദേവിൻ്റെ മറുപടി വന്നപ്പോഴാണ്. നോ, യു ആർ റൈറ്റ് കിച്ചു. ഇവനാണ് രുദ്രപ്രയാഗ് എന്ന ഞങ്ങളുടെ രുദ്രനും ആരോണും. ദേവേട്ടാ, അപ്പോൾ ഈ വിവാഹം വരെ ഫുള്ളി പ്ലാനഡ് ആയിരുന്നോ? നെച്ചു, അവൾക്കിതെല്ലാം അറിയോ? ഏട്ടനോടും നെച്ചുവിനോടും മോള് ക്ഷമിക്കണം. ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റു വഴികളില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോഴേ പാർവതി അമ്മയെ അവളുടെ അപ്പച്ചിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. നീ ആരുവിനെ പ്രണയിക്കുമ്പോഴും മൗനമായി ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. ആരു നിൻ്റെ ഫോട്ടോ ആദ്യമായി എന്നെ കാണിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. അവൾ ചുറ്റും നടക്കുന്നതൊന്നും മനസ്സിലാവാതെ ഗ്ലാസ് ഡോറിലേക്ക് ചാരി നിന്നു. ജെന്നി അവൾക്കൊരു താങ്ങായി ചേർന്ന് നിന്നു. അപ്പച്ചി അവളെ തലോടിക്കൊണ്ടിരുന്നു. പാർവതിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഹ്ലാദമായിരുന്നു. കാരണം തൻ്റെ രണ്ടനന്തരവളും തൊട്ടരുകൾ ഉണ്ടാവുമെന്നോർത്ത് മനയിലെ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിച്ചപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു. സേതുവിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇതൊരിക്കലും നടക്കില്ലേ എന്ന് വരെ ആലോചിച്ചു. അപ്പോഴാണ് ആരോൺ അതിലും വേഗത്തിൽ ദേവിൻ്റെ അരികിലേക്ക് പാഞ്ഞത്. ഈ പ്ലാനിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ തൻ്റേതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ വിട്ടു. ഇപ്പോൾ പറഞ്ഞതൊഴികെ താൻ കെട്ടാൻ പോകുന്നത് ഇവളുടെ ചേച്ചിയെ. അങ്ങനെന്തോ ഞാൻ കേട്ട പോലെ ആരോൺ പല്ലിഞ്ഞിരിച്ചു. അതെ നേത്ര, അവളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്തേ? ഷാരുവിൻ്റെ ഒപ്പമാണ് ഞാൻ ദേവേട്ടനെയും കാണുന്നത്. അതുകൊണ്ട് പറയാ, നമ്മുടെ അമ്മയെ അത്രയധികം വേദനിപ്പിച്ച ആ തറവാട്ടിലേക്കും ആ കണ്ണിച്ചോരയില്ലാത്ത ആ മനുഷ്യമൃഗത്തിൻ്റെ മകളെയും നമുക്ക് വേണ്ട ദേവ്. അവൻ്റെ ശബ്ദം ആ ഗ്ലാസ് ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു. രുദ്ര, മതി. കം വിത്ത് മീ, ഐ വാണ്ട് ടു ടോക്ക് ടു യു. പപ്പ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിൽ കയറ്റി. പാറു ദേവിൻ്റെയും ഷാരുവിൻ്റെയും കൂടെ പോന്നോളൂ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പപ്പ കാറിലേക്ക് കയറുന്നതിനിടയിൽ അപ്പച്ചിയോട് പറഞ്ഞു.